നമസ്കാരം. ഞാൻ തിരുമണിയിലാണ് ഇപ്പോൾ ഉള്ളത്. എളനാട് വില്ലേജിൽ തിരുമണി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സുജാത എന്ന് പറഞ്ഞിട്ടുള്ള ഈ വീട്ടമ്മയുടെ വളരെ ദയനീയമായിട്ടുള്ള ഈ അവസ്ഥ കണ്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്, അവർ നമ്മളോട് ആവശ്യപ്പെട്ടത് കയറി കിടക്കാനൊരു ചെറിയ ഷെഡാണ് എനിക്കുള്ളത്, അതിലൊരു ടാർപ്പായെങ്കിലും എനിക്ക് വാങ്ങിത്തരണം എന്ന ദയനീയമായൊരു അവസ്ഥയായിരുന്നു അവർ നമ്മളോട് പങ്കുവെച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കിഴക്കുമുറി മരുതങ്കാളി ശിവക്ഷേത്ര ട്രസ്റ്റ് ആ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട ദയനീയമായൊരു അവസ്ഥയാണ്. അത്യാവശ്യമായിട്ട് ഇവർക്ക് ഒരു സഹായം ആവശ്യമാണ്. അപ്പോൾ അതിന് ബന്ധപ്പെട്ട അധികാരികൾ, അത് പഞ്ചായത്തായാലും വാർഡ് മെമ്പർമാരുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ അത്യാവശ്യമായി സഹായം ആവശ്യമുള്ളൊരു കുടുംബമാണ് ഇവർ. രാത്രി മെഴുകുതിരി വെട്ടത്തിൽ കിടക്കുന്ന അപൂർവ വീടുകൾ, കേരളത്തിൽ ഇപ്പോൾ അങ്ങനെ വീടുകളുണ്ടോയെന്ന് എനിക്കറിയില്ല, മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. കറണ്ടില്ല, വീട് കയറി കിടക്കാൻ മര്യാദയ്ക്ക് കിടക്കാനൊരു വീടില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കാണുന്ന എല്ലാ സജ്ജനങ്ങളും ഒന്ന് സഹായിക്കണം. അധികാരികൾ ഇത് കണ്ടെങ്കിലും അവരുടെ കണ്ണു തുറക്കണം, അവർക്ക് വേണ്ട ഒരു സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആളാണ്, എനിക്കൊരു പെരയില്ല. ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് 3 പ്രാവശ്യം ഞാൻ പഞ്ചായത്തിൽ പോയി, മെമ്പറെ കണ്ടു, മെമ്പറോട് വിവരം പറഞ്ഞു. നമ്മുടെ മെമ്പർ ഇവിടെ അടുത്തുള്ള തന്നെയാണ്. അപ്പോൾ മെമ്പർ ഈ സ്ഥലവും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ചോറുന്ന് കഴിച്ചാൽ ഈ പെരയിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരു മോളെ എല്ലാവരുടെയും സഹായത്തോട് കൂടി എൻ്റെ കുടുംബക്കാർ കെട്ടിക്കൊടുത്തു. എൻ്റെ മോളിനെ ഇവിടെ ഇരുത്താൻ പറ്റാത്ത കാരണം കൊണ്ട് അടച്ചുറപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് എൻ്റെ മോളിനെ ഒരു പണിക്ക് എന്ന് പറയുന്ന ഒരു തൊഴിലിനെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് ഒരിടത്ത്. ഇപ്പം ഞാനാത്ത ആളാണ്. എനിക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാസം പോകണം. എനിക്ക് വീണിട്ട് നട്ടലിന് പരിക്കാണ്, ഷോളറിന് എല്ലിന് പൊട്ടലുണ്ട്. അതുകൊണ്ട് പണിക്കൊന്നും പോകാൻ വയ്യ. അത്രയും ഞാൻ പണിക്ക് പോയിട്ടാണ് എൻ്റെ 2 മക്കളെ ഞാനും ജീവിച്ചു. അപ്പോൾ ഞാൻ വൈകുന്നേരം ഞാൻ കത്തിച്ച് ഞാനൊരു ഭക്ഷണം കഴിക്കണത് തന്നെ. എനിക്ക് റേഷൻ കാർഡും ഇല്ല, ഒന്നുമില്ല. എനിക്ക് കറണ്ട് വിളിച്ചോ അങ്ങനെ കാര്യങ്ങൾ എനിക്ക് ഒന്നുമില്ല. മരുന്ന് മേടിക്കാനും കൂടി യാതൊരു പാകമില്ലാത്തൊരു അവസ്ഥയിലാണ്. എൻ്റെ കുടുംബക്കാരും ബന്ധുക്കാരൊക്കെ എന്നും എന്നെ ഇത്രയും നാളൊക്കെ അവർ സഹായിച്ചു. ഇപ്പോൾ റേഷൻ ഡയറി തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ഇപ്പോൾ കാര്യമായിട്ട് റേഷൻ ഡയറി ഇല്ലല്ലോ, അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. അപ്പോൾ അവർ തരുന്നതും കൊണ്ടാണ് എൻ്റെ ജീവിതം അങ്ങനെ പോണത്. ഞാൻ അധികാരികളോടൊക്കെ ഞാൻ പറഞ്ഞു, കുറേ ആൾക്കാരോട് ഇങ്ങനെ ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ഇങ്ങനെ പേരുടെ സമ്മതിച്ചിട്ടും ഇനിയൊന്നും വേണ്ട, ഈ ചോർന്ന് വിളിക്കുന്നത് കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു ടാർപ്പായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെമ്പറോട് ആവശ്യപ്പെട്ടു. അപ്പം മെമ്പറൊന്നും അത് മേടിച്ച് തരാമെന്ന് പറയല്ലാണ്ട് ഇത് വരെ തന്നിട്ടില്ല. ഞാനിപ്പോൾ എത്ര വർഷങ്ങളായി ഇവിടെ ജീവിച്ചു വരുന്നു. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പം എൻ്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ ഞാനിതുവരെ ആരോടും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഞാൻ തുറന്ന് പറയണത്. ഇതാണ് സുജാതയുടെ വീടിൻ്റെ ഒരവസ്ഥ. മഴ വന്നാൽ ചോറ് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കയറി മര്യാദയ്ക്ക് ഒന്ന് കിടക്കാൻ, മകളുമായിട്ട് ഒന്ന് ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ഷീറ്റ് കൊണ്ട് മറച്ച് ഒരു അമ്മയും മകളും മാത്രം താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. നിങ്ങളെല്ലാവരും പരമാവധി പറ്റുന്ന എല്ലാവരും അവരെ സഹായിക്കണം. അവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഞാനിതിൻ്റെ ചുവട്ടിൽ കൊടുക്കാം.